സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഏർവാടി സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായിരിക്കുകയാണ്. കാരണം അതിനൊക്കെ നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു സീരീസ് ഇവിടെ തുറന്നു കുറിക്കുകയാണ്. അതും മൺസൂൺ സമയത്ത് അഥവാ മഴക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ടുള്ള അറിയപ്പെടുന്ന ചർമുർ കഴിച്ച്, അതാണ് നമ്മൾ ഇന്ന് രാത്രിക്കത്തെ ഭക്ഷണം. ഇന്ന് രാത്രി 8 മണിക്ക് നമുക്ക് കാസർഗോഡ് നിന്ന് തന്നെ നേത്രാവതി എക്സ്പ്രസ് ഉണ്ട്. ആ എക്സ്പ്രസ്സിന് കയറി നേരെ നമുക്ക് ഗോവയിലേക്ക് എത്തണം. അവിടുന്നാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ഉള്ളത്. ഇൻഷാ അല്ലാഹ് വയ്യ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു സങ്കടമുണ്ട്, നമ്മുടെ വീഡിയോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടവരുടെ ശതമാനം ആകെ 25% മാത്രമേ ഉള്ളൂ. ബാക്കി 75% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. നമ്മുടെ വീഡിയോക്ക് കുറച്ചും കൂടി നല്ല റീച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. നിങ്ങളുടെ വിലയേറെ കമന്റുകളും ഒക്കെ നൽകുമ്പോൾ യൂട്യൂബിന് മനസ്സിലാക്കും ഈ വീഡിയോ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നുള്ളത് കൊണ്ട് അങ്ങനെ യൂട്യൂബ് എത്തിക്കുകയും അങ്ങനെ നമ്മുടെ വീഡിയോ നല്ല ഉഷാറിലായി പെട്ടെന്ന് തന്നെ നല്ലൊരു മുന്നേറ്റത്തിലേക്ക് എത്താൻ സാധിക്കുമ്പോൾ നിങ്ങൾക്കും കൂടിയാണ് അതിന് വിജയം. കാരണം നമ്മൾ കഷ്ടപ്പെടുന്നത് നല്ല ഉഷാറാன വീഡിയോകൾ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ട്രെയിനിന്റെ യാത്ര കാഴ്ചകളിലേക്ക് കടക്കാം. നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയുടെ കാരണത്താൽ വിശാലമാക്കി ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങേ ഭാഗത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒക്കെ ഉണ്ട്. നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെയാണ് നമുക്ക് വെയിറ്റിംഗ് റൂം. നമ്മൾ ഇപ്പോഴത്തെ കൊല്ലടേണ്ടത് പ്രീപെയ്ഡ് വെയിറ്റിംഗ് റൂമാണ് കാണുന്നത്. അതൊക്കെ നമുക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ലഭ്യമാണ്. ഇതാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ സ്വച്ഛ് ഭാരതിന്റെ ഒരു ഫോട്ടോ പോസ്റ്റിംഗ് ഉണ്ട്. ഇതിൽ 16-346 നേത്രാവതി എക്സ്പ്രസ്, നമ്മുടെ പരശുരാം എക്സ്പ്രസും മലബാർ എക്സ്പ്രസും നേത്രാവതി എക്സ്പ്രസും കാച്ചിഗുഡ അഥവാ പിന്നെ ഹൈദരാബാദിലേക്ക് ഒക്കെ വരാനുണ്ട്. ഈ റോഡിന്റെ കാണുന്ന ട്രെയിന് ഏറ്റവും കൂടുതൽ സമയമെടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്കും മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും സർവീസ് നടത്തുന്ന വണ്ടിയാണ് ഈ വണ്ടി. ഇപ്പം നാളെ രാവിലെ 10 മണി സമയത്താണ് മംഗലാപുരത്ത് നിന്നുള്ള ട്രെയിന് തിരുവനന്തപുരത്ത് എത്തുക. അത്രയും പാസഞ്ചറിനെ പോലെ സ്റ്റോപ്പുള്ള ഒരു വണ്ടിയാണ് ഈ വണ്ടി, മലബാർ എക്സ്പ്രസ്. ഇത് തന്നെയാണ് മാവേലി, മലബാർ, വെസ്റ്റ് കോസ്റ്റ്, പിന്നെ ചെന്നൈ മെയിൽ. ഈ 4 വണ്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടികളാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ പറയുന്നതാണ്. ഈ ട്രെയിൻ കാസർഗോഡ് നിന്നും ഡിപ്പാർട്ട് അയക്കുകയാണ്. ഇതൊക്കെ LHB-യിലേക്ക് ആകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ശ്രീരാമിന്റെ മത്സരം പിടിച്ച കോച്ച്.
ഇതൊക്കെ മംഗലാപുരത്തിന്റെ കോച്ചാണ് ഇതൊക്കെ. ഇനി നമ്മൾ പോകുന്ന ഈ ട്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി സർവീസ് നടത്തുന്നത് 1987 ഏപ്രിൽ 1 അത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മംഗലാപുരത്ത് നിന്നും പാലക്കാട് വഴി ഇപ്പോൾ പൂനെ സൂപ്പർഫാസ്റ്റ് ജയന്തൊക്കെ പോകുന്ന അതേ റൂട്ടിൽ പൂനെ പോയിട്ട് പിന്നെയായിരുന്നു നേരെ ഈ മുംബൈയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 1998 കൊങ്കൺ റെയിൽവേ റൂട്ട് ആയതോടുകൂടെ 48 മണിക്കൂറോളം സഞ്ചരിക്കേണ്ട ഈ ട്രെയിന് വെറും 20 മണിക്കൂറിൽ ചുരുങ്ങി 16 മണിക്കൂറിൽ ചുരുങ്ങുകയാണ്. അതും മംഗലാപുരത്ത് നിന്ന് മുംബൈയിലേക്ക് ഏറ്റവും ചുരുങ്ങുകയാണ്. അതിനുശേഷം 2001 ഫെബ്രുവരി 10 ഈ വണ്ടി നേരെ മംഗലാപുരത്ത് നിന്ന് മാറ്റിയിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ആകെ ഈ വണ്ടി സഞ്ചരിക്കുന്നത് 1805 കിലോമീറ്റർ ആണ്. ഇതിനെടുക്കുന്നത് 31 മണിക്കൂറും 45 മിനിറ്റും. ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ്. 16345, 16346 എന്നീ നമ്പർ സർവീസ് നടത്തുകയാണ്. അഥവാ ഒന്ന് മുംബൈയിലേക്കും ഒന്ന് തിരുവനന്തപുരത്തേക്കും സർവീസ് നടത്തുന്ന വണ്ടിയാണ്. ഇനി ഇതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ മംഗലാപുരത്ത് നിന്നും മുംബൈയിലേക്ക് അഥവാ പൂനെ, ഗുൽബർഗ, കുണ്ടക്കൽ, കൃഷ്ണരാജപുരം, പാലക്കാട് ഷൊർണൂർ റൂട്ടിലൂടെയാണ് ആദ്യം സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഏകദേശം 48ഓളം മണിക്കൂറുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. 1998 കൊങ്കൺ റെയിൽവേ ഉണ്ടായതോടുകൂടെ ആ 48 മണിക്കൂർ എന്നുള്ളത് 16 മണിക്കൂർ ആയി മാറുകയാണ്. അങ്ങനെ മാർച്ച് 1 മുതൽ ഈ വണ്ടി മുംബൈയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ആക്കുകയും രണ്ടാമത് അത് കൊച്ചിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആ സമയത്ത് കൊച്ചിൻ കുർള എക്സ്പ്രസ് എന്ന പേരിൽ ഇത് അറിയപ്പെട്ടു. അതിനുശേഷം 2001 ഫെബ്രുവരി 10 ഈ വണ്ടി നേരെ തിരുവനന്തപുരത്തേക്ക് നീട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വണ്ടിയുടെ ചരിത്രം. പിന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യമായിട്ട് കൊങ്കൺ റൂട്ടിലൂടെ ഓടിയ ട്രെയിന് എന്നുള്ള വിശേഷണം കൂടി നമ്മൾ പോകുന്ന ഈ ട്രെയിനുണ്ട്. നമ്മൾ രാത്രി 8 മണിക്ക് ഇവിടുന്ന് കയറിയാൽ പുലർച്ചെ 4 മണിയോടുകൂടെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. അതുകൊണ്ട് നമുക്ക് കൊങ്കൺ റെയിൽവേയുടെ ഈ ട്രെയിനിലുള്ള വിഷ്വലൊന്നും പകർത്താൻ സാധിക്കുകയില്ല. ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വൈകാതെ തന്നെ ഈ വണ്ടിയിൽ മുഴുവനായിട്ടും അഥവാ തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്കുള്ള മുഴുവൻ വീഡിയോവും നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടതും ഒരേ ഒരു കാര്യം, ഈ വീഡിയോക്ക് ഒക്കെ ലൈക്ക് അടിക്കുക. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്, എന്തൊക്കെയാണ് മാറ്റേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല രൂപത്തിൽ മാറ്റുകയും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ചരക്ക് വണ്ടി PTPN ഫ്രൈറ്റുമായി വാഗ് 9. ജനങ്ങളെ ക്ഷമ പരീക്ഷിക്കുന്ന ട്രെയിൻ. കാരണം ഇന്നും രാവിലെ
കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 9 മണിയാകുമ്പോൾ മംഗലാപുരത്തെത്തുന്ന വണ്ടി. അത് അത്രയും ബഫർ ടൈമിൻ്റെ ആറാട്ട് കൊടുത്ത വണ്ടിയാണ് ഈ കാണുന്നത്. പറഞ്ഞു വരുന്നത് ആകെ മലബാർ സൈഡിൽ നിന്ന് ആകെ കന്യാകുമാരിയൊക്കെ പോകാൻ പറ്റുന്ന ട്രെയിനിനെ കുറിച്ച്. മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ്. ഇതിൻ്റെ ഫ്ലാഗ് ടൈം എന്ന് പറഞ്ഞാൽ അപാരമാണ്. അത്രയും ഫ്ലാഗ് ടൈം കൊടുത്ത വേറെ മറ്റൊരു വണ്ടി ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും ഫ്ലാഗ് ടൈം നമുക്ക് വേണം. ഇരുപത്തിരണ്ട് 357 കോഴിക്കോടിൻ്റെ 34. മേള പരസ്യം അത്ര ഫ്ലാഗ് ടൈം ഉണ്ടെങ്കിലും പക്ഷെ അത്ര ഡിമാൻഡ് മറ്റേ ഒരു വണ്ടി കൂടിയാണിത്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരത്തുനിന്ന് അതിൻ്റെ ലൈറ്റിലെ പ്രകാശം അടിച്ചു വീശുന്നുണ്ട്. നമ്മുടെ വണ്ടി സ്റ്റേഷനിലേക്ക് പതിയെ പറഞ്ഞു വരികയാണ്. പൊതുവെ WAP4 ആണ് ഉണ്ടാകുന്നത്. അത് തന്നെ പ്രതീക്ഷിക്കുന്നു. WAP4 തന്നെയാണ്. അങ്ങനെ ഇതാ നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ട്രെയിന് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്ന നമ്മുടെ പോസ്റ്റ് ഓഫീസിലൊക്കെ അയക്കുന്ന സാധനങ്ങളൊക്കെ അഥവാ ഇന്ത്യൻ പോസ്റ്റ് ഒക്കെ അതൊക്കെ വാങ്ങുന്നു. ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ വണ്ടി കാസർഗോഡ് നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് മംഗലാപുരം. അപ്പോൾ നേത്രാവതി എക്സ്പ്രസിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അള്ളാഹ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.